അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. ഈ ഒരു അൺബോക്സിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റിവ്യൂവും കൂടിയുണ്ട്. സോ നമുക്ക് ഇപ്പോൾ കുറച്ചിടയായിട്ടുണ്ടായിരുന്ന ഗ്രാൻഡ് ഓഫർ, അതായത് ഫ്ലിപ്കാർട്ട് ആമസോൺ ഗ്രാൻഡ് ഓഫറിലെ സമയത്ത് വാങ്ങിയിട്ടുള്ളൊരു സ്പീക്കറിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്പീക്കർ വന്നിട്ടുള്ളത് ജൽസ കമ്പനിയുടെയാണ്. ജൽസ കമ്പനിയുടെ ലൈവ് ടച്ച് ആണ്. അതേപോലെ ഇതിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ നമുക്ക് റൈറ്റ് കൊടുത്തിട്ടുള്ളത് 2899 രൂപയാണ്. പക്ഷേ നമുക്ക് ഗ്രാൻഡ് ഓഫർ സമയത്തായിരുന്നു വാങ്ങിയിട്ടുള്ളത്. അന്ന് നമുക്കിത് 1095 രൂപക്കായിരുന്നു കിട്ടിയിരുന്നത്. അതേപോലെ നമുക്കിതിൻ്റെ 2 കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാൻ പറ്റും. പിന്നെ ഏകദേശം ഇതിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക്, അതായത് ഇതിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കി നോക്കാം. ഇതിന് 2 സൈഡും നല്ല തെർമോകോൾസ് വെച്ച് സെറ്റായിട്ടാണ് സംഭവം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യാനുള്ള 2 കേബിൾസ് വന്നിട്ടുണ്ട്. ഫോണിലേക്കും അതേപോലെ ലാപ്പിലേക്കും കണക്ട് ചെയ്യാനുള്ള 2 കേബിൾസും കൂടി ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ഫോൺ സ്റ്റാൻഡാണ്. ഈ ഒരു ഫോൺ സ്റ്റാൻഡും കൂടി നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. എല്ലാ സ്പീക്കേഴ്സിൻ്റെ കൂടെ നമുക്ക് ഫോൺ സ്റ്റാൻഡ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ നമുക്കൊരു ഫോൺ സ്റ്റാൻഡും കൂടിയും കിട്ടുന്നുണ്ട്. സോ നമുക്കിതിൻ്റെ തെർമോകോളിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ ടോട്ടൽ നമുക്ക് 4 സ്പീക്കേഴ്സാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ സൗണ്ട് എന്ന് പറയുന്നത് 20 വാട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു സ്പീക്കറിന് 5 വാട്ട് വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 20 വാട്ട് സൗണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ഒരു സ്പീക്കറിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ള എല്ലാം കൊടുത്തിട്ടുള്ളത്. സോ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നോക്കി നോക്കാം. ഇതിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോണിലേക്ക് നോർമൽ കേബിൾ കണക്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അതേപോലെ പെൻഡ്രൈവ് ഇതിലിടാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ സൗണ്ട് വോളിയം, അതായത് സൗണ്ട് നമുക്ക് കൂട്ടാനും കുറക്കാനുമുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു സ്പീക്കറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇനി പറയുന്നത്. നമുക്ക് ഈ ഒരു സ്പീക്കറിൽ ഫോൺ കോൾ കണക്ട് ചെയ്യാനും ഫോൺ ഇല്ലെങ്കിൽ പോലും നമുക്ക് സംസാരിക്കുവാനുള്ള ഒരു ഓപ്ഷൻ പോലും ഈ ഒരു സ്പീക്കറിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഈ ഒരു സ്പീക്കറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറഞ്ഞത്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഫോൺ നമ്മൾ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോൺ നമ്മളെ കയ്യിലില്ലെങ്കിൽ പോലും ഈ ഒരു സ്പീക്കറിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും അതേപോലെ ഈ ഒരു സ്പീക്കറിലൂടെ തന്നെ നമുക്ക് സംസാരിക്കുവാനുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ഒരു സ്പീക്കറിൽ വന്നിട്ടുണ്ട്. ഇതുപോലൊരു സ്പീക്കറിൽ ഒരിക്കലും വരാത്തൊരു ഓപ്ഷനാണ് ഈ ഒരു സ്പീക്കറിൽ വന്നിട്ടുള്ളത്. ഒരുപാട് നല്ല റൈറ്റ് കൂടിയിട്ടുള്ള സ്പീക്കേഴ്സിൽ മാത്രമേ ഈ ഒരു ഫോൺ കണക്ട് ചെയ്യാനും സംസാരിക്കാനുള്ള ഒരു ഓപ്ഷനും വന്നിട്ടുള്ളൂ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫോൺ സ്റ്റാൻഡാണ്. ഈ ഒരു ഫോൺ സ്റ്റാൻഡ് നമുക്കിതാ ഇതുപോലെ സ്പീക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഫോൺ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് വാച്ച് ചെയ്യാനും ഫിലിംസ് കാണാനൊക്കെ നല്ലൊരു അടിപൊളിയാണ്. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാനൊരു ആനിമേഷൻ ഫിലിമാണ് പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു സൗണ്ട് കേട്ട് നോക്കിയുമ്പോൾ അത്യാവശ്യം ഒരു ഹോം തിയേറ്ററിൻ്റെ സൗണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് കേട്ട് നോക്കി നോക്കൂ. A rescue op save the dinosaurs from an island that's about to explode. What could go wrong? Blue is alive. You raised her. Do these animals deserve the same protections given to other species? Or should they just be left to die? These creatures were here before us. If we're not careful, they're going to be here after. You know me.
life cannot be contained. Life breaks free. Life finds a way. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സോറി, എല്ലാവരും ക്ഷമിക്കുക. കാരണം എല്ലാവരും കൂടി ഇരിക്കുന്നതുകൊണ്ടുള്ളൊരു ചെറിയ പ്രോബ്ലമാണ്. സോ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ്. നമ്മളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഒരു സംഭവം നിങ്ങൾ ഏതെങ്കിലും സ്പീക്കേഴ്സിന് കണ്ടിട്ടുണ്ടോ? നമ്മൾ മെയിനായിട്ട് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവുക ഹോം തിയേറ്റേഴ്സിന് സ്പീക്കറിനും അതേപോലെ വലിയ വലിയ സ്പീക്കേഴ്സിലും മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഫീച്ചർ പോലും നമ്മൾ ഈ ഒരു ചെറിയ ഒരു സ്പീക്കറിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. ഇനി നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം പറയാൻ പോകുന്നത്, ഇതൊരു വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ഒരു സ്പീക്കർ വന്നിട്ടുള്ളത് വുഡിലാണ്. നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വുഡ് നമ്മൾ വുഡിൻ്റെ മുകളിൽ കൊട്ടിയിട്ടുണ്ടെങ്കിൽ സൗണ്ട് വരില്ല. അതേപോലത്തെ സൗണ്ട് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ഇത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഈ ഒരു സ്പീക്കറിൻ്റെ മറ്റൊരു ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. വുഡിലായതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു ഫോൺ സ്റ്റാൻഡ് നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി തന്നിട്ടുള്ളത്. ഇതിന് 2 ഹോൾസൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് 2 സ്ക്രൂവും തന്നിട്ടുണ്ട്. കാരണം നമുക്കിത് വുഡിലാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ ഇത് നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമുക്ക് സ്ക്രൂ ആക്കിയിട്ട് നമുക്കിതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഇത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. വുഡിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ക്രൂ യൂസ് ചെയ്തിട്ട് നമുക്കതൊരു സ്റ്റാൻഡ് ആക്കിയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഫോണിലേക്കും ലാപ്പിലേക്കും കണക്ട് ചെയ്യാനുള്ള 2 കേബിൾസും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഫോണിലേക്കാണെങ്കിലും ലാപ്പിലേക്കാണെങ്കിലും കണക്ട് ചെയ്യാനുള്ള 2 കേബിൾസ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കനും കൂടി വരും. അതിലും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.